അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ വലിയ ആലിമും വലിയ പണ്ഡിതനുമായി മാറി മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു. മഹാനവറുകള് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഈ മഹത്തായ സ്വലാത്തിന്റെ ക്രോഡീകരണം മഹാനവറുകള് ഒരു യാത്രയിലാണ് ഇത് ആരംഭിക്കുന്നത്. ആ യാത്രയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിനു അംഗാർ എന്ന് പറയുന്ന വലിയൊരു മഹാനവറുകളെ പരിചയപ്പെടുകയും അങ്ങനെ അവരുമായുള്ള ഈ വലിയ സഹവർത്തിത്വവും വലിയ ബന്ധവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അവര് മുഖേന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് മഹാനായ സയ്യിദുനാ സുലൈമാനുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക്. അങ്ങനെ മഹാനവറുകൾ 14 വർഷത്തോളം ഖൽവത്തിലായി ജീവിച്ചു. ശ്രദ്ധിക്കണം, 14 വർഷം ഖൽവത്തിലായി ജീവിച്ചു. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ധ്യാന നിമിഗ്ധനായി ഏകനായി കഴിയുന്ന, അള്ളാഹുവിലേക്ക് സർവവും സമർപ്പിച്ച് കഴിയുന്ന കുറെ ദിവസങ്ങളും കുറെ മാസങ്ങളും കുറെ വർഷങ്ങളും. ഇത് ഔലിയാക്കളുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് പലരിലും കാണാൻ കഴിയും. ഏറ്റവും വലിയ നേതാവായ റഹ്മത്തുൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുൻ നൂറിന്റെ മുകളിൽ ഖൽവത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. ഏകനായി ഒരു വലിയ മലയുടെ മുകളിൽ ഒരു പാറയുടെ ഉള്ളിൽ ധ്യാന നിമിഗ്ധനായി ഇരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അവിടുന്ന് കടന്നു വന്ന മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആയാലും സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മഹാനായ ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു ആയാലും മഹാനായ സയ്യിദുനാ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു ആയാലും മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീനുൽ ജിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അവസാനമായി നമ്മുടെ മഹാനായ ഖുതുബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹ്. ഇവരെല്ലാവരും ഖൽവത്തിൽ കഴിഞ്ഞവരാണ്. ഏകനായി ആരുടെയും ശല്യമില്ലാണ്ട് ധ്യാന നിമിഗ്ധനായി കഴിഞ്ഞുകൂടി. ആരോടും സംസാരിച്ചില്ല, ആരോടും മിണ്ടിയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ധ്യാന നിമിഗ്ധനായി ഇബാദത്തിലായി കഴിഞ്ഞു. അങ്ങനെ 14 വർഷം മഹാനായ ഇമാം സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ഖൽവത്തിൽ കഴിഞ്ഞു അത്രേ. അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു, അള്ളാഹുവുമായി വലിയ ബന്ധമുണ്ടാക്കി. ദലായിലുൽ ഖൈറാത്ത് ചൊല്ലാൻ പോകുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മൾ ഇത് പഠിക്കേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തന്നൊരു സമ്മാനം അല്ല. നിരന്തരമായി ശരീരത്തിനെ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു, അള്ളാഹുവിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ചു. അല്ലാഹ് എന്ന ചിന്തയല്ലാതെ വേറൊരു ചിന്തയും അവരെ ഖൽബിൽ ഉണ്ടായില്ല. അങ്ങനെ അള്ളാഹുവുമായി വലിയ അഭേദ്യമായ ബന്ധമുണ്ടാക്കി. നമുക്കൊന്നും കഴിയാത്ത വലിയൊരു വിഷയാണത്. അള്ളാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. മഹാനായ ഇമാം സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു അങ്ങനെ അതാ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ചു, അവിടത്തെ വല്ലാതെ മഹബ്ബത്ത് വെച്ചു. അഖീദത്തുൽ ജസൂലി എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടു മഹാനവറുകള്. നിരന്തരമായി അള്ളാഹുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പിന്നിൽ
പിന്നീട് ഖൽവത്തിൽ നിന്ന് മാറി അവരതാ ജനങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദീനുമായി കടന്നു ചെല്ലുകയാണ്. മഹാനവറുകൾ അങ്ങനെ ലോകത്തിന് സമ്മാനിച്ച ഒരു അമൂല്യമായ ഒരു വലിയ നിധിയാണ് ദലായിലുൽ ഖൈറാത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മഹാനവറുകൾ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മുത്തു റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്ക് ദലായിലുൽ ഖൈറാത്ത് ഒഴിവാക്കാൻ പറ്റൂല. ആ രൂപത്തിൽ ആ ദലായിലുൽ ഖൈറാത്തായി മാറി. എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു പ്രത്യേകമായ സ്വലാത്തിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിന്റെ മഹബ്ബത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു ചാർട്ട് എന്ന രൂപത്തിൽ ഒരാഴ്ച ചൊല്ലിത്തീർക്കേണ്ട അമൂല്യമായ സ്വലാത്തിന്റെ ഒരു നിധി മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു നമുക്ക് സമ്മാനിച്ചു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ലോകത്തോട് വിട പറയുകയാണ്. ആ മഹാനവറുകൾ വഫാത്തായി ഖബറടക്കി 62 വർഷങ്ങൾക്ക് ശേഷം, ശരിക്കും ശ്രദ്ധിക്കണേ, 62 വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 930 അന്നത്തെ രാജാവായ അഹ്മദുൽ അഅറജി എന്ന് പറയുന്നയാൾ ഇമാം അവറുകളുടെ മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഖബറിൽ നിന്ന് എടുത്ത് അത് മൊറോക്കോയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. 62 വർഷങ്ങൾക്ക് ശേഷം ഖബറിൽ നിന്ന് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ പവിത്രമായ ജനാസ എടുത്ത് മാറ്റി സ്ഥാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രംഗം കണ്ടു നിന്നവർ അവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, മഹാനവറുകളുടെ ശരീരത്തിനോ കഫം തുണിക്കോ ഒരു പോറലും സംഭവിച്ചില്ല. എങ്ങനെയാണോ മഹാനായ ഇമാം സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു വഫാത്തായത്, അതുപോലെ ഖബറിൽ കിടക്കുകയാണ് 62 വർഷങ്ങൾക്ക് ശേഷവും. സുബ്ഹാനല്ലാഹ്. ശരീരത്തിനൊരു മാറ്റവും വന്നില്ല, മുഖത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. താടിയും മുടിയും എങ്ങനെയാണോ അതേ വഫാത്താകുന്ന സമയത്ത് ഉണ്ടായത് വൃത്തിയായി ചീകി വെച്ചതുപോലെ അതേ ആ താടിക്കോ ആ മുടിക്കോ ഒരു കുറവും വന്നില്ല. അത് അതുപോലെ തന്നെയുണ്ട്. മാഷാ അല്ലാഹ്. ആളുകളെല്ലാവരും മഹാനവറുകളുടെ ശരീരം ഒന്ന് തൊട്ടു നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ജീവനുള്ളതുപോലെ ശരീരത്തിന് പോലും ഒരു കുറവും വന്നില്ല. അല്ലാഹ് അല്ലാഹ്. ഈ മരണപ്പെട്ട ഉടനെ ഒരാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ തൊട്ടു നോക്കിയാല് നമുക്ക് കാണാം രക്തം ഇങ്ങനെ നീങ്ങുന്നു, അല്ലെ? തൊട്ട് കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ നീങ്ങുന്നത് കാണൂലേ? നമ്മളെ ശരീരത്തിൽ നമ്മൾ പിടിച്ചാല് കുറഞ്ഞ സമയമാണ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രക്തം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് നമുക്കറിയാം. അവിടെ രക്തമുള്ളത് കൊണ്ട് രക്തത്തിന്റെ ഓട്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഞെക്കി പിടിച്ചത് വിട്ടാൽ അവിടെ ഒരു രക്തത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് അറിയുന്നത് ഒരവസ്ഥ നമുക്കില്ലേ? അതുപോലെ മഹാനവറുകൾ വഫാത്തായി 62 വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകളെ മൊറോക്കോയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രാജാവ് ഖബറിൽ നിന്ന് എടുത്തപ്പോൾ
ആ ശരീരത്തിലേക്ക് തൊട്ടു നോക്കുമ്പോൾ രക്തത്തിന്റെ സാന്നിധ്യമുള്ളതുപോലെ മാഷാ അല്ലാഹ് 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 മഹാനവറുകളുടെ ആ ഖബറിൽ നിന്ന് കസ്തൂരി ഇങ്ങനെ അടിച്ചു വീശുകയാണ്. കസ്തൂരിയുടെ സുഗന്ധം. മാഷാ അല്ലാഹ് ഇത് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ രാജാവിനൊരാഗ്രഹം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറും അതേ മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്ത് എന്റെ ഖബറും വെക്കണേ. സുബ്ഹാനല്ലാഹ്. ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാത്ത മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ശരീരത്തിന്റെ ആ ബറക്കത്ത്, അവിടത്തെ കിടക്കുന്ന ആ മണ്ണിന്റെ ബറക്കത്ത് അതെനിക്കും വേണമെന്ന് ആ രാജ്യത്തെ ഭരണാധികാരി, അതേ മഹാനായ അഹ്മദുൽ അറജ് എന്ന് പറയുന്ന ആ രാജാവ് ചിന്തിക്കുകയാണ്. മഹാനവറുകൾ എങ്ങനെയാണ് വഫാത്തായതെന്നറിയുമോ? മഹാനവറുകൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. സുബഹിയുടെ 2-ാം റക്അത്തിലാണ്. 1-ാം സുജൂദിൽ മഹാനവറുകളെ അതാ മഹാനവറുകൾ ആഹുകാൽ എന്ന സ്ഥലത്തായിരുന്നു ഇമാമിന്റെ മരണമെന്നാണ്. മഹാനവറുകൾ 1-ാമത്തെ സുജൂദ് 2-ാം റക്അത്തിലെ 1-ാമത്തെ സുജൂദിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. സുബഹി നിസ്കരിച്ച് 2-ാമത്തെ റക്അത്തിലെ 1-ാമത്തെ സുജൂദിലാണ് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അന്ന് റബീഉൽ അവ്വൽ 16 അങ്ങനെയുള്ള വലിയ മഹാനാണ് മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു. ഇനി ഞാൻ ചോദിക്കട്ടെ, അവര് നമുക്ക് സമ്മാനമായി തന്ന ദലായിലുൽ ഖൈറാത്ത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ഒരു മറുപടി എല്ലാരും പറയണം. വയലിങ്ങനെ കേട്ടാൽ പോരാ, എല്ലാരും പറയണ്ടേ? ആ ദലായിലുൽ ഖൈറാത്ത് നമുക്ക് പതിവാക്കണ്ടേ? മഹാനവറുകൾ മരിച്ചിട്ട് 62 കൊല്ലം കഴിഞ്ഞിട്ട് ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ എങ്ങനെയാണോ വഫാത്തായത്, അതുപോലെ ഖബറിൽ കണ്ട ഒരു മഹാൻ ലോകത്തിന് സമ്മാനിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുകളിൽ ഏറ്റവും പുണ്യമായ മുന്തിയ അവസ്ഥയിൽ നിൽക്കുന്ന ദലായിലുൽ ഖൈറാത്ത് എന്ന ആ അമൂല്യമായ നിധി അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണ്ടേ? ചോദിച്ചതിന് മറുപടി പറയാം. നമ്മൾ കുറെ ദൂരത്താണ് ഉള്ളതെങ്കിലും ഒരു ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇത് നമ്മൾ നേരിട്ടുള്ള ഒരു സംബോധന. ഇത് മദനീയ മജ്ലിസ് പോലെ നമ്മളിങ്ങനെ ദിക്ർ ഇങ്ങനെ ഒന്നിച്ച് ചൊല്ലുന്നത്. ഇത് നമ്മളൊരു ക്ലാസ്സാണ്. ലോകത്ത് എവിടെയായിരുന്നാലും മറുപടി പറയാം, നമുക്കത് കേൾക്കാം, നമുക്കതിൽ അഭിപ്രായങ്ങൾ പറയാം, ചോദ്യങ്ങൾ ചോദിക്കാം, ഒക്കെ ഇതിന് അവസരമുണ്ട്. അത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണമെന്ന് മാത്രം. അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഓപ്പൺ ടോക്കാണ്, നേരിട്ടുള്ള സംവാദമാണ്, സംവേദനമാണ്. ഇത് നേരിട്ടുള്ള സംഭാഷണമാണ്, ഇത് നേരിട്ടുള്ള സംസാരമാണ്. അതുകൊണ്ട് നോമ്പുകാരാണ്, കുറെയൊക്കെ ക്ഷീണം ഉണ്ടാവും, പണികളൊന്നും തീർന്നിട്ടുണ്ടാവൂല. സ്വന്തം പുരയാക്കുമ്പോഴാണല്ലോ അതൊക്കെ അറിയാം. കുറെ കാലം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നപ്പോ നമുക്കതൊന്നും അറിയണില്ല. ഇന്നിപ്പോ നോമ്പ് തുറക്കാൻ സാധനം വേണം. അപ്പോഴാണ് നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നല്ലോ. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടന്നതാണ്. സാധനം കൊണ്ടുവരുന്ന പണിയൊന്നും നമുക്കറിയില്ല. നമുക്ക് പോകുമ്പോ പോയി ഇരിക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ള സിസ്റ്റമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. തക്കാളി വേണം, ഉള്ളി വേണം,
മുളക് വേണം. അങ്ങനെ വീട്ടിലേക്ക് കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളുമാണ്. ഇതൊക്കെ നമ്മൾ അവർ ഉറങ്ങാൻ കിട്ടുന്ന ഒരു സമയം. ആ സമയത്തൊക്കെ എഴുന്നേറ്റ് ഇതൊക്കെ പോയി വാങ്ങാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ തന്നെ സഹിക്കല്ലാണ്ട് വേറെ രക്ഷകളില്ലല്ലോ. ഏതായാലും അള്ളാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചെയ്തു കെടുത്തത് കൊണ്ടാണ് ഇന്ന് കുറച്ച് ക്ലാസ് നമ്മൾ 1:30 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞിരുന്നെങ്കിലും 1:45 അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതിനെന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. ഏതായിരുന്നാലും അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് മഹാനായ ഇമാം സുലൈമാനുൽ ജസൂലി റഹിമഹുല്ലാഹ് നമ്മളെല്ലാ ദിവസവും എല്ലാവരുടെ പേരിലും ഫാത്തിഹ ഓതാറുണ്ട്. അതില് നമ്മൾ ഈ മഹാന്റെ പേര് ഇന്നു മുതൽ നമുക്ക് അവരൊക്കെ പറയണം. ഇതൊരു പുതിയ തുടക്കമാകണം. ദലായിലുൽ ഖൈറാത്ത് ചൊല്ലുന്നവർക്ക് വലിയ അമൂല്യമായ നിധി അള്ളാഹു തരും, വലിയ ഗുണങ്ങൾ ഉണ്ടാകും. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിരുന്നു. ചില ആള് ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. പക്ഷെ എല്ലാ ഒറ്റ ദിവസം കൊണ്ട് ഈ 7 ദിവസവും ചെല്ലുന്ന ഒറ്റ ദിവസം ചെല്ലുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോ ഓരോ ദിവസവും ചെല്ലുക. തിങ്കളാഴ്ച ചൊല്ലേണ്ട തിങ്കളാഴ്ച ചൊല്ലും, ചൊവ്വാഴ്ച ചൊല്ലേണ്ട ചൊവ്വാഴ്ച ചൊല്ലും. പക്ഷേ ചില ആളുകൾ എനിക്ക് പരിചയമുള്ളവരുണ്ട്, അവര് തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ച തീർക്കേണ്ടത് അത് ഒറ്റ ദിവസം കൊണ്ട് ചെല്ലും. മാഷാ അല്ലാഹ്. ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ ചിലതിന് സമയം പിടിക്കും. അപ്പൊ അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അതങ്ങ് തീർക്കുന്ന ആളുകളുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ ചെല്ലുന്നവരുണ്ട്. ഞാൻ മദീനയിൽ വെച്ച് മഹാനായ സയ്യിദ് തൈസീർ തങ്ങളുപ്പാപ്പയെ കണ്ടപ്പോൾ എന്നോട് പലതവണകളിലായി തങ്ങളുപ്പാപ്പ പറഞ്ഞു, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കണം, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കണം, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കണം. അത് ജീവിതത്തിൽ എന്നും ചൊല്ലണം. അത് ദലായിലുൽ ഖൈറാത്താണ്, ഖൈറാത്തുകളുടെ വലിയൊരു ലോകാണ്. അത് ചൊല്ലുന്നവർ വലിയ ഖൈർ അല്ലാഹു അവർക്ക് ധാരാളം ഖൈർ അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഇമാം സുലൈമാനുൽ ജസൂലി റഹിമഹുല്ലാഹ് മഹാനവറുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനം ലക്ഷ്യം വെച്ച് ആസ്ഫിയ എന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ദിക്ർ, സ്വലാത്ത്, ഖിറാഅത്ത് അടക്കമുള്ള ആരാധനകൾ കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. അല്ലാഹ് ദീനിന്റെ അടയാളങ്ങൾ മുറുകെ പിടിച്ചുള്ള ഇമാം അവറുകളുടെ ജീവിതം അഹ്ലുസ്സലാഹ് എന്ന സ്ഥാന പേരിന് അർഹനാക്കി. അഹ്ലുസ്സലാഹ് നല്ല പ്രവർത്തനത്തിന്റെ ഒരാൾ. അങ്ങനെ അഹ്ലുസ്സലാഹ് എന്ന ഒരു സ്ഥാനം മഹാനവറുകൾക്ക് എല്ലാവരും നൽകി. മഹാനവറുകളുടെ പേരും പരിമയുമെല്ലാം ലോകത്ത് അറിയപ്പെട്ടു. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായാൽ അവരെ പെട്ടെന്ന് ആളുകൾ അറിയും. നല്ല സ്വഭാവത്തിന്റെ ഉടമയാവണം, നല്ല കൽബാകണം നമ്മുടെ കൽബ്, നല്ല ഹൃദയമാകണം നമ്മുടെ ഹൃദയം, നല്ല മനസ്സാകണം നമ്മുടെ മനസ്സ്. അപ്പോൾ നമ്മൾ അഹ്ലുസ്വലാഹിന്റെ ആളുകളാവണം. ഖൈറിന്റെ, സ്വലാഹിന്റെ, നന്മയുടെ ആളുകളായി നമ്മൾ മാറണം. അങ്ങനെ മാറിയാൽ നമുക്കും അല്ലാഹു വലിയ ഗുണങ്ങൾ തരും. മഹാനവറുകളുടെ അടുക്കലേക്ക് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ഭൂഗോളത്തിന്റെ മുക്ക് മൂലകളിൽ നിന്ന് ശിഷ്യഗണങ്ങൾ ഒഴുകാൻ തുടങ്ങി. ധാരാളം ശിഷ്യന്മാരുണ്ടായി. മഹാനവറുകളുടെ അടുക്കൽ വന്ന് ഇൽമു പഠിക്കാൻ ആളുകൾക്ക് ആഗ്രഹമായി.
12,000-ലധികം ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാർ മഹാനവറുകൾക്ക് ഒരേ സമയമുണ്ടായിരുന്നു. 12,000 ശിഷ്യന്മാർ. അല്ലാ ഓരോ ദിവസവും ഖുർആൻ ദലായിലുൽ ഖൈറാത്തും ഖത്മ തീർക്കുമായിരുന്നു. ഖുർആൻ ഓതുക മാത്രമല്ല, ഖുർആനും ദലായിലുൽ ഖൈറാത്തും ഖത്ം ചെയ്യുമായിരുന്നു. അല്ലാഹ് നിങ്ങൾ വിചാരിക്കും ദലായിലുൽ ഖൈർ മാത്രം ചൊല്ലി. അല്ല, മഹാനവറുകൾ ലോകത്തിന് സമ്മാനിച്ച ദലായിലുൽ ഖൈറാത്ത് മഹാനവറുകൾ എല്ലാ ദിവസവും ഖത്മ തീർക്കുന്നതോടൊപ്പം ആ ഖുർആനും മഹാനവറുകൾ ഖത്മ തീർത്തിരുന്നു. ഖുർആൻ ഓതണം, ദലായിലുൽ ഖൈറാത്ത് ചൊല്ലണം. ഖുർആൻ ധാരാളമായി ഓതണം, ദലായിലുൽ ഖൈറാത്ത് ചൊല്ലണം. എല്ലാം വേണം. അല്ലാതെ ദലായിലുൽ ഖൈറാത്ത് മാത്രമല്ല, ഖുർആൻ ഓതണം, ദലായിലുൽ ഖൈറാത്ത് ചൊല്ലണം. അങ്ങനെ ഇമാം സുലൈമാനുൽ ജസീലി റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിന്റെ ഖുതുബായി മാറി. വലിയ മഹാനും വലിയ പദവിയുമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് മഹാനവറുകൾ മുഖേന ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ടായി. ധാരാളം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇമാം അവറുകൾ ലോകത്ത് മുഴുവനും അവിടുത്തെ ത്വരീഖത്ത് വ്യാപിച്ചു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലില് വ്യവസ്ഥാപിതമായി ഒരു സ്വലാത്തിന്റെ രൂപം വേണം. അങ്ങനെയാണ് മഹാനവറുകൾ ഒരു വ്യവസ്ഥാപിതമായ ഒരു രൂപത്തിൽ മുത്തു റസൂലുള്ളാന്റെ സ്വലാത്ത് വേണമെന്ന നിലക്ക് മഹാനവറുകളെ ലോകത്തിന് സമ്മാനിച്ച ഒരു അമൂല്യമായ നിധിയാണ് ദലായിലുൽ ഖൈറാത്ത്.